Welcome back you all. In the last classes we are discussing about the basics of the CSS. Now we are discussing the comments of the CSS and list of the CSS. CSSന്റെ കമന്റുകളെ കുറിച്ചും ലിസ്റ്റുകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായി കഴിഞ്ഞാലും കമന്റ്സ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമേഴ്സിന് ഓരോ കോഡും എന്തിനാണ് യൂസ് ചെയ്തത് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമന്റ്സ് യൂസ് ചെയ്യാറുള്ളത്. ആ കോഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് കമന്റ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദി കോഡ് ആൻഡ് ഇറ്റ് ഇഗ്നോർഡ് ബൈ ദി ബ്രൗസേഴ്സ്. കമന്റ്സുകളെ ബ്രൗസർ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. അത് റണ്ണ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കമന്റുകളെ റണ്ണ് ചെയ്യാതെ അത് ഇഗ്നോർ ചെയ്യപ്പെടും ബ്രൗസറുകൾ. അപ്പോൾ ആ ഒരു കോഡ് എന്തിനാണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ കമന്റുകൾ യൂസ് ചെയ്യാറുള്ളത്. CSSലും കമന്റ്സ് കൊടുക്കാറുള്ളത് നമുക്ക് ഫോർവേഡ് സ്ലാഷും സ്റ്റാറും അതുപോലെ തന്നെ സ്റ്റാർ ഫോർവേഡ് സ്ലാഷ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിലാണ് നമ്മൾ സാധാരണ കമന്റുകൾ കൊടുക്കാറുള്ളത്. നമുക്കറിയാം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പി എന്ന ഒരു സ്റ്റൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം കളർ റെഡ് കൊടുത്തു. അതുപോലെ തന്നെ ഫോർവേഡ് സ്ലാഷ് സ്റ്റാർ കമന്റ്. ഈ കമന്റ് എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ കമന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റാർ ഫോർവേഡ് സ്ലാഷ് ഇത് നമുക്ക് ഇവിടെ സിംഗിൾ ലൈൻ കമന്റ്സും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മൾട്ടി ലൈൻ കമന്റ്സും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ കമന്റുകൾ എഴുതുന്നത് ദിസ് ഈസ് എ പ്രോഗ്രാം എന്നത് കമന്റ് എഴുതുകയാണെങ്കിൽ ആ എഴുതുന്ന കമന്റ് ഈ ഫോർവേഡ് സ്ലാഷ് സ്റ്റാറിന്റെ ഉള്ളിലായിരിക്കണം എന്ന് മാത്രമാണ് കമന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ CSS കമന്റ്സ് സിംഗിൾ ലൈൻ കമന്റ് ആണെങ്കിലും മൾട്ടി ലൈൻ കമന്റ് ആണെങ്കിലും ഈ ഒരു സ്റ്റാറിന്റെയും അതുപോലെ തന്നെ ഫോർവേഡ് സ്ലാഷിന്റെയും ഇൻസൈഡിൽ ഉള്ളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമന്റ്സ് കൊടുക്കേണ്ടത്. അതാണ് CSSന്റെ കമന്റ്സിനെ കുറിച്ച് പറയേണ്ടത്. നെക്സ്റ്റ് വരുന്നത് CSSന്റെ ലിസ്റ്റാണ്. ഓൾറെഡി നമ്മൾ HTML ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ദി 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഇൻ ദി HTML. ദാറ്റ് ഈസ് അൺഓർഡർഡ് ലിസ്റ്റ്, ദാറ്റ് ഈസ് UL, ഓർഡർഡ് ലിസ്റ്റ് ഈസ് OL ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ് ഈസ് DL. അങ്ങനെ 3 തരത്തിലുള്ള ലിസ്റ്റുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് HTML. അൺഓർഡർഡ് ലിസ്റ്റ് എന്താണ്, ഓർഡർഡ് ലിസ്റ്റ് എന്താണ്, ഡെഫിനിഷൻ ലിസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ അതേ ലിസ്റ്റ് തന്നെയാണ് നമ്മൾ CSSന് യൂസ് ചെയ്യണത്. പക്ഷേ അതിൻ്റെ കോഡിങ്ങിൽ ചെറിയ മാറ്റം ഉണ്ടാവാം. നമുക്കറിയാം അൺഓർഡർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ വേർ എവറി ലിസ്റ്റ് ഐറ്റംസ് ആർ മാർക്ക്ഡ് വിത്ത് ബുള്ളറ്റ്സ്. ബുള്ളറ്റുകൾ വെച്ചിട്ടായിരിക്കും ഓരോ ലിസ്റ്റുകളും മാർക്ക് ചെയ്തിട്ടുണ്ടാകുക. ഓർഡർഡ് ലിസ്റ്റ് ആകുമ്പോൾ എന്തായിരിക്കും? ഒരു ഓർഡറിലായിരിക്കും. ദാറ്റ് മീൻസ് വെർ ഈച്ച് ലിസ്റ്റ് ഐറ്റംസ് ആർ മാർക്ക്ഡ് വിത്ത് ദി നമ്പേഴ്സ്. ഓർഡർ ലിസ്റ്റ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഡറിലാവാൻ വേണ്ടി നമ്പറുകൾ വെച്ചിട്ടായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാകുക. അൺഓർഡർ ലിസ്റ്റ് ആണെങ്കിൽ ഒരു ബുള്ളറ്റുകൾ വെച്ചിട്ടായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാകുക. പ്രത്യേകിച്ച് ഓർഡറും കാര്യങ്ങളും കൊടുക്കുന്ന ആവശ്യം ഉണ്ടാവില്ല അർത്ഥം. ദെൻ വാട്ട് ഈസ് ഡെഫിനിഷൻ ലിസ്റ്റ്? വിത്ത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ഐറ്റം. എ ലിസ്റ്റ് ഐറ്റംസ് വിത്ത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ഐറ്റംസ്. ഓരോ ഐറ്റംസിനും എന്തുണ്ടാവും? ഓരോ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. എക്സാമ്പിൾ നമ്മൾ HTML എഴുതി എന്നിട്ട് HTML ഡെഫിനിഷൻ നമ്മൾ താഴത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ എന്തുണ്ടാവും? ഒരു ഹെഡിങ്ങും ഉണ്ടാവും, അതുപോലെ ഡെഫിനിഷനും ഉണ്ടാവും. അങ്ങനെ ഓരോന്നിനും ഓരോ ഐറ്റംസിനും നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഡെഫിനിഷൻ ലിസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ 3 ടൈപ്സ് ലിസ്റ്റാണ് HTML ആയാലും CSSലായാലും ഉള്ളത്. CSSന്റെ ലിസ്റ്റിൽ എന്തുണ്ട്? പ്രോഗ്രാമിംഗ് കോഡിൽ ചെറിയ മാറ്റം ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ. ദെൻ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഏതൊക്കെ പ്രോപ്പർട്ടീസ് അതിൽ വരുന്നുണ്ട്? CSSന്റെ ലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെ വരുന്നുണ്ട്? ഒന്ന് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ്. ഏത് ടൈപ്പ് സ്റ്റൈലാണ് ലിസ്റ്റിന് കൊടുക്കേണ്ടത്? ആൻഡ് ലിസ്റ്റ് ടൈപ്പ് പൊസിഷൻ. എന്ത് പൊസിഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഏത് പൊസിഷനാണ്? അത് വെദർ എ ലോങ് പോയിന്റ് വിത്ത് റാപ്സ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പൊസിഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇൻസൈഡ് നിന്നാണോ അതോ ഔട്ട് സൈഡ് നിന്നാണോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൊസിഷൻ. ലിസ്റ്റ് ടൈപ്പ് ഇമേജ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുള്ളറ്റുകൾക്ക് പകരം ഏതെങ്കിലും പർട്ടിക്കുലർ ഇമേജുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി URL വെച്ച് നമുക്ക് ഇമേജ് സെറ്റ് ചെയ്യാം. പിന്നെ അത് ലിസ്റ്റ് സ്റ്റൈലാണ്. അത് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ്. ഷോർട്ട് ഹാൻഡ് ഫോർ ദി പ്രൊസീഡിങ് പ്രോപ്പർട്ടീസ്. നമുക്ക് ഈ ഒരു ടൈപ്പ് പൊസിഷൻ ഇമേജ് ഒക്കെ ഒറ്റ ലിസ്റ്റ് സ്റ്റൈൽ എന്നുള്ളൊരു മാർക്ക് വെച്ച് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് മാർക്കർ ഓഫ്സെറ്റ് ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മാർക്കർ ആൻഡ് ദി ടെക്സ്റ്റ് ഇൻ ദി ലിസ്റ്റ്. നമ്മൾ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റും മാർക്കറും നമ്മൾ ഡിസ്റ്റൻസ് ഇത്ര കീപ്പ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി മാർക്കർ ഓഫ്സെറ്റ് യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി CSS ലിസ്റ്റ്. 5 CSS പ്രോപ്പർട്ടീസ് ഇൻ ദി ലിസ്റ്റ്. ലിസ്റ്റിന്റെ CSSന്റെ പ്രോപ്പർട്ടീസ് അല്ല, CSSന്റെ ലിസ്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതാണ് CSSന്റെ ലിസ്റ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഓർഡർഡ് ലിസ്റ്റിനും അൺഓർഡർഡ് ലിസ്റ്റിനും എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത്. അൺഓർഡർഡ് ലിസ്റ്റിന്റെ എക്സാമ്പിൾ നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ബുള്ളറ്റുകളായിട്ടായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാകുക. ഇതിന് നോക്കുക ബുള്ളറ്റുകളാണ് അല്ലേ, സ്ക്വയർ ആയിട്ടും ഡിസ്ക് ആയിട്ടും ഒക്കെ ആണ് നമ്മൾ അതിന്റെ ഓരോ ലിസ്റ്റും കൊടുത്തിട്ടുള്ളത്. ഓർഡർഡ് ലിസ്റ്റിലാകുമ്പോൾ നോക്കുക പർട്ടിക്കുലർ ഓർഡറിലാണ് 1 2 3 അങ്ങനെ അല്ലെങ്കിൽ ABC എന്നൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും.
ആ പർട്ടിക്കുലർ ഓർഡർ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. മറ്റേത് പർട്ടിക്കുലർ ബുള്ളറ്റ്സ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. നമ്മൾ നമ്പേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബുള്ളറ്റുകളായിട്ടോ കൊടുക്കാൻ അൺഓർഡർ ആൻഡ് ഓർഡർ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളിലേക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ CS ലിസ്റ്റിൻ്റെ എക്സാമ്പിളിലേക്കാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ എക്സാമ്പിൾ കുറച്ച് പ്രോഗ്രാംസ് ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സാമ്പിൾ നമുക്കറിയാം, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ HTML ഹെഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്റ്റൈല് ഓപ്പൺ ചെയ്യുമ്പോൾ ഹെഡിൻ്റെ ഇന്റേണൽ സ്റ്റൈലാണ്. അപ്പോൾ ഹെഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റൈൽ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ഭാഗം നമ്മൾ സ്റ്റൈൽ പാർട്ടാണ്, മീൻസ് CSSന്റെ പാർട്ടാണ് ഇത്രയും പാർട്ട്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് നോക്കുക. ആദ്യം നമ്മളൊരു നെയിം കൊടുക്കാറുണ്ട് ഇതിന്, ഒരു പ്രോപ്പർട്ടിക്ക്. അപ്പോൾ എന്ന നെയിമാണ് കൊടുത്തിട്ടുള്ളത്, .a. നമുക്കറിയാം ഡോട്ട് ആകുമ്പോൾ ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ കോൾ ചെയ്യുക. അപ്പോൾ ഒരു ലിസ്റ്റിന്റെ പേരാകുമ്പോൾ നമുക്ക് UL.a എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ULന്റെ ഒരു ക്ലാസ് ആണ് എ എന്നുള്ളത്. UL എന്ന് പറഞ്ഞാൽ അൺഓർഡർഡ് ലിസ്റ്റ് ആണ്. താഴെ OL കൊടുത്തിട്ടുണ്ട് ഓർഡർഡ് ലിസ്റ്റ്. അപ്പോൾ രണ്ട് ക്ലാസ് ഓർഡർഡ് ലിസ്റ്റുമായി അൺഓർഡർഡ് ലിസ്റ്റുമായി. എന്നിട്ട് നമ്മൾ ആ ഓർഡർഡ് ലിസ്റ്റിലും അൺഓർഡർഡ് ലിസ്റ്റിലും അതിൻ്റെതായ ഓരോ ടൈപ്പുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ UL.a എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. UL.a സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ ഒരു പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്നുള്ള പ്രോപ്പർട്ടി. അപ്പോൾ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് നമ്മൾ സർക്കിൾ എന്ന് കൊടുത്തു. അതിനുശേഷം അതിന്റെ അടുത്ത പ്രോപ്പർട്ടി പൊസിഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഔട്ട് സൈഡ് എന്നുള്ള പൊസിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ UL.b നമ്മൾ അതിന്റെ സ്റ്റൈൽ ടൈപ്പ് മാറ്റിയിട്ട് സർക്കിളിന് പകരം സ്ക്വയർ കൊടുത്തു, പൊസിഷൻ നമ്മൾ എന്ത് ഔട്ട് സൈഡിന് പകരം ഇൻസൈഡ് കൊടുത്തു. അങ്ങനെ രണ്ട് അൺഓർഡർഡ് ലിസ്റ്റ് നമ്മൾ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്തു. അത് ഒന്ന് അൺഓർഡർഡ് ലിസ്റ്റിന്റെ A എന്ന ക്ലാസ്സിലും മറ്റൊന്ന് അൺഓർഡർഡ് ലിസ്റ്റിന്റെ B എന്ന ക്ലാസ്സിലും നമ്മൾ കൊടുത്തിട്ടുള്ളത്. സെയിം നമ്മൾ ഓർഡർ ലിസ്റ്റ് സെറ്റ് ചെയ്തു. ഓർഡർ ലിസ്റ്റിന്റെ ഒരു ക്ലാസ് C എന്നും ഓർഡർ ലിസ്റ്റിന്റെ അടുത്ത ക്ലാസ് D എന്നും സെറ്റ് ചെയ്തു. എന്നാൽ അതിന്റെ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ത് മാറിയിട്ടുണ്ട്, സ്റ്റൈലിന്റെ ടൈപ്പ് നമ്മൾ ചേഞ്ച് ചെയ്തു. ഒന്ന് അപ്പർ റോമനും മറ്റൊന്ന് ലോവർ ആൽഫയുമാണ്. അതിനുശേഷം നമ്മൾ സ്റ്റൈൽ ക്ലോസ് ചെയ്തു. ദെൻ ബോഡി പാർട്ടിൽ എന്ത് ചെയ്യണം, ഈ കൊടുത്തിട്ടുള്ള ക്ലാസ്സിന് നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ടില്ല ഇതുവരെ. ലിസ്റ്റ് എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ലിസ്റ്റിന്റെ പ്രോപ്പർട്ടീസ് മാത്രമേ നമ്മൾ സ്റ്റൈൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, ഇനി ലിസ്റ്റ് ഡിഫൈൻ ചെയ്യണം. അത് നമ്മൾ ബോഡി പാർട്ടിലേക്ക് പോവാണ്. ബോഡി പാർട്ടിലേക്ക് എത്തുമ്പോൾ അൺഓർഡർ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓർഡർ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ടിലേക്ക്. ഓക്കെ, അൺഓർഡർ ലിസ്റ്റ് നമ്മൾ സ്പെസിഫൈ ആണ്. അൺഓർഡർ ലിസ്റ്റ് ക്ലാസ് ഈക്വൽ ടു A. ക്ലാസ് കൊടുക്കാൻ കാരണം നേരത്തെ മുകളിൽ നമ്മൾ .a ആണ് കൊടുത്തത്. ഐഡിയും ക്ലാസ്സും ഒക്കെ നമ്മൾ അതിന്റെ സെലക്ടേഴ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. ഇതിന് മുൻപുള്ള ക്ലാസ്സിൽ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സും ID ഒക്കെ എങ്ങനെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ UL ക്ലാസ് ഈക്വൽ ടു A, നമ്മൾ നേരത്തെ UL.a ക്ലാസ്സും B ക്ലാസ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ UL ക്ലാസ് A കൊടുത്തു. എൻ്റെ LI കോഫി, ടീ, കൊക്കോകോള എന്നുള്ളത് ഡിഫൈൻ ചെയ്തു, ഓരോ ലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തു. അതിനുശേഷം UL ക്ലാസ് B കൊടുത്തിട്ടുണ്ട്. ബിയിൽ നമ്മൾ വീണ്ടും കോഫി, ടീ, കൊക്കോള എന്ന് കൊടുത്ത്. നമുക്കറിയാം ക്ലാസ് എയും ക്ലാസ് ബിയും നമ്മൾ രണ്ട് രൂപത്തിലാണ് മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഓർഡർ ലിസ്റ്റ് നമ്മൾ കൊടുത്തു, ക്ലാസ് C കൊടുത്തു, അതായത് ക്ലാസ് Dയും കോൾ ചെയ്തു. കാരണം രണ്ടിന്റെ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്. അതിലും നമ്മൾ LI ഡിഫൈൻ ചെയ്തു. LI മീൻസ് ലിസ്റ്റ് ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, പിന്നെ ബോഡി HTML ക്ലോസ് ചെയ്തു. ഇതിന്റെ സേവ് ചെയ്ത ശേഷം നമുക്കറിയാം CSS ഫയൽ .css നമ്മൾ സേവ് ചെയ്യാറുള്ളത്. HTML ഫയൽ ആയതുകൊണ്ട് .html ടൈപ്പ് സേവ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും, പ്രോപ്പർട്ടീസ് വർക്ക് ചെയ്യും. സേവ് ചെയ്തതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ഡാറ്റ കിട്ടുന്നത് കോഫി, ടീ. നമുക്കറിയാം ആദ്യത്തെ ഓർഡർഡ് ലിസ്റ്റ് അൺഓർഡർഡ് ലിസ്റ്റ്, നമുക്കറിയാം അൺഓർഡർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ബുള്ളറ്റുകളായിരിക്കും ഉണ്ടാകുക. ഇവിടെ അറിയാം നമ്പേഴ്സ് അല്ല, ബുള്ളറ്റ് ആണ്. താഴത്തെ ഓർഡർഡ് ലിസ്റ്റ് എന്താണ്, നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് വാല്യൂസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ നമുക്ക് കൊടുത്ത പ്രോപ്പർട്ടി ഒന്നുകൂടി ചെക്ക് ചെയ്യാം. നമുക്ക് പ്രോപ്പർട്ടി ഫസ്റ്റിൽ കൊടുത്ത പ്രോപ്പർട്ടി അൺഓർഡർഡ് ലിസ്റ്റിലെ ഫസ്റ്റ് കൊടുത്ത പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ലിസ്റ്റ് ടൈപ്പ് എന്നാണ്, സർക്കിൾ ആണ്. അത് ലിസ്റ്റിന്റെ പൊസിഷൻ ഔട്ട് സൈഡ് ആണ്. ഡിഫാൾട്ട് ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഔട്ട് സൈഡ് ആണ് വരിക. എക്സാമ്പിൾ നോക്കുക, എന്താണ്, സർക്കിൾ ആണ് അല്ലെ, ഓരോന്നും സർക്കിൾ ആണ്, ഔട്ട് സൈഡ് ആണ്. കാരണം ഔട്ട് സൈഡ് എന്നാൽ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്, ഔട്ട് സൈഡിലാണുള്ളത് അതിന്റെ പൊസിഷൻ. നെക്സ്റ്റ് നോക്കുക, നെക്സ്റ്റ് നോക്കുമ്പോൾ UL.b എന്നുള്ളത് ലിസ്റ്റ് ടൈപ്പ് സ്ക്വയർ ആണ്, ലിസ്റ്റിന്റെ സ്റ്റൈൽ പൊസിഷൻ ഇൻസൈഡ് ആണ്. രണ്ടാമത്തെ ഭാഗം നോക്കുക, സ്ക്വയർ ടൈപ്പ് ആണ്, ലിസ്റ്റ് ഇൻസൈഡ് ആണ്, കുറച്ച് ഉള്ളിലേക്ക് എന്തുണ്ട്, തള്ളി നിൽക്കുന്നുണ്ട് അതിന്റെ പൊസിഷൻ. ഇതാണ് അൺഓർഡർ ലിസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ സർക്കിളിന് പകരം വേറൊന്ന് ഉപയോഗിക്കുന്നതാണ്, സർക്കിളിന് അല്ലെങ്കിൽ സ്ക്വയറിന് പകരം വേറെ ഉപയോഗിക്കുന്നതാണ് ഡിസ്ക്. ഓക്കെ, ഡിസ്ക് സ്റ്റൈൽ ടൈപ്പ് ഡിസ്ക് ആക്കി കൊടുത്ത് സേവ് ചെയ്തതിനു ശേഷം റിഫ്രഷ് ചെയ്യാം. നമുക്കറിയാം ഇതിന്റെ സർക്കിൾ മാറിയിട്ട് ഡിസ്ക് ആയി മാറി. ഓക്കെ, കാരണം
പിന്നെ രണ്ടും ചേഞ്ച് ഉണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കുക, സർക്കിളും ഡിസ്കും ചേഞ്ച് ഉണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇവിടെ സർക്കിൾ തന്നെ ആക്കി നോക്കിക്കഴിഞ്ഞാൽ എന്തായി, ഡിസ്കും സർക്കിളും തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ട്. ഓക്കെ, സ്റ്റൈലിൻ്റെ ടൈപ്പാണ്, അതിൻ്റെ പൊസിഷനും കാണിച്ചു. ഇനി നമുക്ക് ഓർഡർഡ് ലിസ്റ്റിലേക്ക് വേണമെങ്കിൽ പോകാം. ഓർഡർഡ് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് ഇക്വൽ ടു അപ്പർ റോമൻ ആൻഡ് നെക്സ്റ്റ് വന്ന ലിസ്റ്റ് ടൈപ്പ് ഇക്വൽ ടു ലോവർ ആൽഫ. രണ്ടും വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒന്ന് അപ്പർ റോമൻ ആണ്, ഒന്ന് ലോവർ ആൽഫയാണ്. ഇതിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ ടൈപ്പിന്റെ പൊസിഷൻ നമുക്ക് കൊടുക്കാം. ഇന്നറും ഔട്ട്സൈഡ്, ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടി നമുക്ക് മാറ്റി നോക്കാം. ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, ഒന്ന് അപ്പർ റോമനും മറ്റൊന്ന് ലോവർ ആൽഫയാണ്. നേരെ തിരിച്ചു കൊടുത്തു നോക്കുകയാണെങ്കിൽ അപ്പർ റോമനുമായിട്ട് നമുക്ക് ലോവർ റോമൻ കൊടുക്കാം. ഓക്കെ, ഇതിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക, അപ്പർ റോമൻ ലോവർ റോമനായി മാറി, നമ്പേഴ്സിൽ ചേഞ്ച് വന്നു. ഇനി താഴത്ത് ലോവർ ആൽഫയാണുള്ളത്, നമുക്ക് വേണമെങ്കിൽ അപ്പർ ആൽഫ ആക്കി കൊടുക്കാം. ആൽഫബറ്റിക് അപ്പർ കേസ് ആക്കിയിട്ട് പറ്റാം. ഓക്കെ, അപ്പർ ആൽഫയായി മാറി. ഇനി നമുക്ക് നമ്പേഴ്സ് ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പർ ആൽഫക്ക് മാറിയിട്ട് നമ്പേഴ്സ് ആണ് നമ്മൾ വിചാരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ കൊടുക്കാം. ഓക്കെ, ഭാഗം എന്തായി, ഡെസിമൽ നമ്പേഴ്സായി മാറി. അപ്പോൾ ഇതുപോലെ ഓർഡർ ലിസ്റ്റും അൺഓർഡർ ലിസ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യേണ്ടത്, ഇതുപോലൊക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരുപാട് വെറൈറ്റീസ് നമ്മൾ അതിൽ കാണിച്ചു, ടൈപ്പുകൾ വെറൈറ്റീസ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. മുകളിൽ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക, സ്റ്റൈൽ ഡിഫൈൻ ചെയ്യുന്നത് ഹെഡിന്റെ പിന്നെ ഉള്ളിലാണ് സ്റ്റൈൽ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്. അതിൽ തന്നെ ഒരു യു എൽ മാത്രം കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. യു എല്ലിന് തന്നെ പെർട്ടിക്കുലർ വേറെ വേറെ ക്ലാസ്സുകളാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ യു എൽ ഡോട്ട് എ, യു എൽ ഡോട്ട് ബി, യു എൽ ഡോട്ട് സി എന്ന് കൊടുക്കാം. ഓർഡർഡ് ലിസ്റ്റ് ആണെങ്കിൽ ഓ എൽ ഡോട്ട് എ, ഓ എൽ ഡോട്ട് ബി, ഓ എൽ ഡോട്ട് സി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ക്ലാസ് വെച്ചിട്ട് എന്താ മതി, യു എല്ലിന്റെ കോൾ ചെയ്യുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോന്നും കോൾ ചെയ്യുമ്പോൾ യു എൽ സ്പേസ് ക്ലാസ് ഈക്വൽ ടു ബി. കാരണം ഈ ഒരു യു എൽ പാർട്ട് നമുക്ക് ക്ലാസ് ബിയിലെ പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. മുകളിലെ യു എൽ പാർട്ട് ആണെങ്കിൽ ക്ലാസ് എയിലെ യു എൽ പ്രോപ്പർട്ടിയാണ്, പിന്നെ ക്ലാസ് എയിലെ യു എല്ലിന് കൊടുത്ത പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ക്ലാസ് എയിലെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് ലിസ്റ്റ്, CSS ലിസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ നമുക്കൊരു HTML ലിസ്റ്റ് ആണെങ്കിൽ ഈ ഒരു പാർട്ട് മാത്രം മതിയായിരുന്നു, ഈ ഒരു പാർട്ട് മാത്രം മതിയാകും. എന്നാൽ CSS ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി മുകളിൽ എന്ത് ചെയ്യാം, ഒക്കെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാം. ആ ഡിഫൈൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഓരോന്നും ഓരോ ക്ലാസ് ആയിട്ട് കോൾ ചെയ്താൽ മതി. ഇതാണ് CSS ലിസ്റ്റിന് എക്സാമ്പിൾ. അപ്പോൾ കമന്റ്സ് ആൻഡ് ലിസ്റ്റ്, CSS കമന്റിലും CSS ലിസ്റ്റുമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത്. പ്രോഗ്രാം ചെയ്ത് നോക്കുക. ഓക്കെ, ഗുഡ് ബൈ.